ചെറുധാന്യം മില്ലറ്റ് എന്നൊരു പറയുന്ന ഭാഗത്തിലല്ല നെല്ല് ഉൾപ്പെടുന്നത്. UN-ഉമായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കണം. അത് എന്തൊക്കെ സാധനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ വർഷങ്ങൾ ആചരിക്കുന്നത്. ലെവല് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരുന്നുണ്ട്. ചില ഭാഗങ്ങൾ എളുപ്പമായിട്ട് വരുന്നുണ്ട്, എന്നാൽ ചില ഭാഗങ്ങൾ ചിന്തിച്ച് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. അടുത്ത ഒരു കേഡറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണോ നിങ്ങള്? അപ്പോ കഴിഞ്ഞ പരീക്ഷ എഴുതിയവരും ആദ്യമായി എഴുതാൻ പോകുന്നവരൊക്കെ ഇനി വരാൻ പോകുന്ന പരീക്ഷയെ വളരെ പ്രതീക്ഷയോട് തന്നെയാണ് കാണുന്നത്, അല്ലെ? ഈ വരുന്ന മെയ് മാസത്തിൽ തന്നെ പരീക്ഷ ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നു. ജൂൺ ആദ്യത്തോടു കൂടി തന്നെ, കാരണം അതിനിടയ്ക്ക് ഒരു ഇലക്ഷൻ വരുന്നത് കൊണ്ട് മേ ബി ഒന്നോ രണ്ടോ ആഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം എന്നേ ഉള്ളൂ. എങ്കിലും നമ്മൾ ഈ വരാൻ പോകുന്ന പരീക്ഷയെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഇപ്രാവശ്യമെങ്കിലും നേടിയെടുക്കണം എന്ന് ചിന്തിക്കുന്നവരും ആദ്യ അറ്റംപ്റ്റിൽ തന്നെ നേടിയെടുക്കണം എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്, അല്ലെ? അപ്പോ കഴിഞ്ഞ തവണ പരീക്ഷ എഴുതിയപ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് അതിന് മുന്നിലത്തെ തവണയിൽ നിന്നും ഉണ്ടായത്? അല്ലെങ്കിൽ ഇപ്രാവശ്യം പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ശ്രദ്ധിക്കണം? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണുക. കാരണം കഴിഞ്ഞ ഡിസംബറിൽ നടന്ന കേട്ടറ്റ് പരീക്ഷ, അതിന് മുൻപായിട്ട്, അതായത് ഈ 2023 അവസാനം നടന്ന പരീക്ഷയ്ക്ക് തൊട്ട് മുൻപായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു കേട്ടറ്റ് പരീക്ഷ നടത്തും, അല്ലെ? അതായത് ഓൾറെഡി സർവീസിൽ ഇരിക്കുന്ന ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു പരീക്ഷ നടന്നു. അപ്പൊ ആ പരീക്ഷയും അതുപോലെ ഡിസംബർ അവസാനം നടന്ന ആ പരീക്ഷയും നമ്മൾ കണക്കിലെടുക്കുമ്പോൾ താരതമ്യേന നല്ല വ്യത്യാസം ആ ഒരു പരീക്ഷ, സ്പെഷ്യലായി നടന്ന കേട്ടറ്റ് പരീക്ഷ മുതൽ ഉണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുതൽ കൃത്യമായിട്ട് കറണ്ട് അഫയർ ചേർന്നിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ആ സ്പെഷ്യലായി നടന്ന പരീക്ഷയെ നമ്മൾ അവിടെ മുതൽ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി സയൻസ് ഭാഗങ്ങളിലൊക്കെ ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ, അല്ലെ? അപ്പോ ഇവിടെ നമ്മൾ പറയുമ്പോൾ സിലബസ് മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല, സിലബസ് ഒട്ടും തന്നെ മാറിയിട്ടില്ല, അല്ലെ? സിലബസിൽ ഒട്ടും തന്നെ മാറ്റം വന്നിട്ടില്ല. അങ്ങനെയാണ് എങ്കിൽ സിലബസിന്റെ ഏത് ഭാഗത്തു നിന്നാണ് ഈ കറണ്ട് അഫയർ എന്ന് പറയുന്ന ഭാഗം കയറി വരുന്നത്? കാരണം ഇവിടെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും ഒരു ടീച്ചർ ആകാൻ വേണ്ടിയാണ് പഠിക്കുന്നത്, അല്ലെ? ആ ഒരു എലിജിബിലിറ്റി എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ നടത്തുന്നത്. അപ്പൊ സ്കൂളിൽ സ്വാഭാവികമായിട്ടും ആഘോഷിക്കുന്ന കുറച്ച് ദിനങ്ങളും വാരാഘോഷങ്ങളൊക്കെ തന്നെയുണ്ട്, അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ചോദ്യങ്ങൾ വരുന്നത്. അവിടെ നമ്മൾ പെഡഗോജി ആയിട്ട് ബന്ധപ്പെടുത്തി ചേർത്ത് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം, അല്ലെ? സ്കൂളിൽ നടക്കുന്ന ആക്ടിവിറ്റികളാണ്. സയൻസ് എക്സിബിഷൻസും സോഷ്യൽ എക്സിബിഷൻസും അതുപോലെ തന്നെ വായനാവാരം ഒക്കെ നമ്മൾ ആചരിക്കുന്നത് കുട്ടികളുടെ പഠനത്തിന്റെ ആ ഒരു ലെവല് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ആസ്വാദ്യകരമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ചന്ദ്രയാൻ 3 വിജയിച്ചപ്പോൾ നമ്മൾ എല്ലായിടത്തും ആഘോഷിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് ആ ചോദ്യങ്ങളെല്ലാം കയറി വരുന്നത്, അല്ലെ? അപ്പൊ കറണ്ട് അഫയർ എന്ന് പറയുന്നത് ഒരു സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അത് എന്തുകൊണ്ടാണ് എന്നെല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളും കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ധാരാളം അറിഞ്ഞിരിക്കണം. അവിടെ നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നോക്കണം. എന്നാൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന മാറ്റങ്ങൾ വേറെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. 2023 മെയ്യിൽ നടന്ന പരീക്ഷയിലെ ചോദ്യമാണിത്. കേട്ടറ്റ് കാറ്റഗറി 1ന്റെ ചോദ്യമായിരുന്നു. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുകയാണല്ലോ. താഴെ പറയുന്നവയിൽ ചെറുധാന്യങ്ങളുടെ കൂട്ടം ഏതാണ്? കണ്ടോ? അപ്പോ സയൻസ് ഭാഗത്തില് വന്ന ചോദ്യത്തില് 2023 മെയ്യിൽ ചോദിച്ചതാണ്. ഇതൊരു കറണ്ട് അഫയർ ആണ്, അല്ലെ? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ്, മില്ലറ്റ് ഇയർ ആയിട്ടാണ് UN ആചരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. അപ്പൊ ഏതൊക്കെയാണ് ചെറുധാന്യങ്ങൾ എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. മണിച്ചോളം, റാഗി, തിന, ഇത് മൂന്നുമാണ് ചെറുധാന്യങ്ങളായിട്ട് വരുന്നത്. ഇത് പക്ഷെ ഉത്തരം കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം നെല്ല് ഒരിക്കലും ഒരു ചെറുധാന്യത്തിൽ പെട്ടതല്ല എന്ന് എല്ലാവർക്കും അറിയാം, അല്ലെ? ചെറുധാന്യം മില്ലറ്റ് എന്നൊരു പറയുന്ന ഭാഗത്തിലല്ല
നെല്ല് ഉൾപ്പെടുന്നത്. അപ്പൊ BCD എന്ന് പറയുന്നതിലൊക്കെ തന്നെ നെല്ലുണ്ട്. അപ്പൊ നെല്ലില്ലാത്ത ഓപ്ഷനിലേക്ക് നമുക്ക് ഉത്തരം എഴുതാമായിരുന്നു. പക്ഷെ അതിന്റെ കണ്ടിന്യൂഷൻ എന്നോണം ഇപ്രാവശ്യം ചോദിച്ച ചോദ്യം കണ്ടോ, 2023 ഏത് ദിനാചരണവുമായി ബന്ധപ്പെട്ടാണ് ഐക്യരാഷ്ട്രസഭ മണ്ണും ജലവും ജീവന്റെ ഉറവിടം എന്ന പ്രമേയം നിർദ്ദേശിച്ചിട്ടുള്ളത്? അപ്പോ കഴിഞ്ഞ 2023 മെയ്യിൽ നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ എന്തൊക്കെയാണ് ചെറുധാന്യങ്ങൾ എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ UN-ഉമായിട്ട് ബന്ധപ്പെട്ട തീം അല്ലെ ഏതുമായി ബന്ധപ്പെട്ടതാണ്, ഏത് ദിനാഘോഷവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതെന്താണ്, കുറച്ചുകൂടെ ലെവൽ കൂടി അല്ലെ, കുറച്ചുകൂടെ ഡെപ്ത് കൂടി. അത് ചോദ്യത്തിന്റെ പാറ്റേണിൽ കുറച്ച് വ്യത്യാസം വന്നു. അപ്പൊ അവിടെ നമ്മൾ ഇപ്പൊ പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് UN-ഉമായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കണം. അത് എന്തൊക്കെ സാധനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ വർഷങ്ങൾ ആചരിക്കുന്നത് അല്ലെ, അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ UN ആഘോഷിക്കുന്ന ദിനാചരണങ്ങൾ സാധാരണയായിട്ട് എല്ലാ പരീക്ഷയ്ക്കും മുൻപ് മുതലേ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം. പരിസ്ഥിതി ദിനം എന്ത്, ജലദിനം, വനദിനം, മണ്ണ് ദിനം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരുന്നത്. പക്ഷേ ഇത് അങ്ങനെ ആഘോഷിക്കുന്ന ഒരു ദിനത്തിന്റെ പ്രത്യേകതയാണ് ചോദിച്ചത് അല്ലെ. അപ്പൊ അവിടെയും നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിഞ്ഞു തന്നെ പഠിക്കണം. കാരണം ഇതൊക്കെ സ്കൂളിൽ നമ്മൾ ആഘോഷിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് മണ്ണ് ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു തീം UN കൊണ്ടുവന്നത്, മണ്ണും ജലവും ജീവന്റെ ഉറവിടം എന്നുള്ളത്. മനസ്സിലായോ? പക്ഷെ മുൻകാലങ്ങളിൽ എന്ത് മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ, മണ്ണ് ദിനം എന്ന് മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ. ഇവിടെ നമുക്കറിയാം ക്വസ്റ്റ്യന്റെയോ അല്ലെങ്കിൽ സിലബസിലോ ഒന്നും അല്ല വ്യത്യാസം വന്നിരിക്കുന്നത്. അവ ചോദിക്കുന്ന രീതികൾക്കും അതുപോലെ തന്നെ ഡെപ്തിനുമാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസെന്നോ അല്ലെങ്കിൽ എല്ലാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസെന്നോ ഒക്കെ പല കുട്ടികളും പറഞ്ഞു. പക്ഷെ എല്ലാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ചധികം ചിന്തിക്കേണ്ട കാര്യങ്ങളായിരുന്നു ചോദ്യങ്ങളായിട്ട് വന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മാത്സ് എടുത്തു നോക്കൂ. മാത്സിലെ ക്വസ്റ്റ്യൻസ് കാറ്റഗറി 2 മാത്സിന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ അവിടെ അംശബന്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ മുൻകാലങ്ങളിലും ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തില് എന്തൊക്കെ മാറ്റങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? അതായത് ഒന്നുകൂടെ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഒരു 2-3 സ്റ്റെപ്പ് അധികം ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്തേണ്ടവയായിരുന്നു ചോദിച്ചത്. അപ്പൊ നമുക്ക് അംശബന്ധത്തെ കുറിച്ച് പൊതുവായ ഒരു ധാരണയുള്ളത് കൊണ്ട് നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല. അത് കുറച്ചുകൂടെ കാര്യങ്ങൾ, എന്താണ് അംശബന്ധം, അത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, അത് ശരാശരി എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ പഠിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതലായിട്ട് ചോദിച്ചു. അപ്പൊ അതായത് ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം കണ്ടെത്തുന്നവയൊക്കെ തന്നെ മാറി 2-3 കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്തുന്ന രീതികളായി. അതുപോലെ തന്നെ കുറച്ചുകൂടെ ചിന്തിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങൾ, അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. പക്ഷെ അവ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ വേറെ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യേണ്ടി വരില്ല, കുറച്ചൊന്ന് ആലോചിച്ചാൽ മതിയായിരിക്കും അല്ലെ. ഒരു മെന്റൽ എബിലിറ്റി പോലെ വരുന്ന ചോദ്യങ്ങൾ അതായിരുന്നു. ഒരു ഉദാഹരണമായിരുന്നു 1/4 ഭാഗം, ഒരു ടാങ്കില് 1/4 ഭാഗം വെള്ളമുണ്ട്, ബാക്കി ഭാഗം നിറയ്ക്കാനായിട്ട് 1500 ലിറ്റർ വെള്ളം ചേർക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ മൊത്തം ടാങ്കിന്റെ ഉള്ളളവ് എത്ര? അതങ്ങനെ ചോദിച്ചപ്പോൾ അവിടെ എന്താണ്, വളരെ സിമ്പിൾ ആണ്. 1/4 ഭാഗം എന്ന് പറയുന്നതാണ് 1500. അപ്പൊ 1/4 ഭാഗം എത്രയായിരിക്കും? 500 ആയിരിക്കും. അപ്പൊ മൊത്തം അളവ് എത്രയായി? 2000 ആയി. കണ്ടോ, അത് വളരെ സിമ്പിൾ ആണ്, നമുക്ക് ഒറ്റ ആലോചനയിൽ കിട്ടും. പക്ഷെ 1/4 ഭാഗം 1500 ലിറ്റർ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇത് എന്താണ്, ഭിന്നസംഖ്യയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലർക്കും വരും അല്ലെ. കാരണം എന്താണ്, അതൊന്ന് ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോ ലെവല് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരുന്നുണ്ട്. ചില ഭാഗങ്ങൾ എളുപ്പമായിട്ട് വരുന്നുണ്ട്, എന്നാൽ ചില ഭാഗങ്ങൾ ചിന്തിച്ച് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. കാറ്റഗറി 2 സയൻസിന്റെ ഒരു ചോദ്യമാണിത്. ഇന്നേ വരെ മാത്സ് ചോദിച്ചിട്ടില്ലായിരുന്നു. കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൽ മാത്രമായിരുന്നു പ്രോബ്ലംസ് എല്ലാം വന്നിരുന്നത്. അല്ലാതെ വന്നിരുന്ന പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട്, മാസ് തന്നിട്ട് വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്കറിയാം അതിനെ 9.8 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുമെന്ന് നമുക്കറിയാം. വളരെ സിമ്പിൾ ആയിട്ട് ഒരൊറ്റ കാര്യം ചെയ്യേണ്ട
ചോദ്യങ്ങൾ മാത്രമായിരുന്നു ഫിസിക്സിൽ നിന്നോ അല്ലെങ്കിൽ കെമിസ്ട്രി ഭാഗത്തു നിന്നോ ഒക്കെ ചോദിച്ചിരുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ത്വരണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. പ്രവേഗം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര സമയം കൊണ്ടാണ് അത് നിലത്ത് എത്തിച്ചേരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ത്വരണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, കാരണം നമുക്കറിയാം പ്രവേഗത്തിനെ സമയം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുമെന്നറിയാം. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമായിരുന്നു അല്ലെ. കാരണം കേഡറ്റ് കാറ്റഗറി 2-ന് ഇന്നേ വരെ പ്രോബ്ലംസ് ഒന്നും ഫിസിക്സിൽ ചോദിച്ചിട്ടില്ല. കാറ്റഗറി 3-ക്കായിരുന്നു സാധാരണയായിട്ട് ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങളെയൊന്നും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ പാഠപുസ്തകം വളരെ കൃത്യമായിട്ട് പഠിക്കണം. ഇവിടെ സിലബസിൽ ഒന്നും മാറ്റങ്ങൾ വന്നിട്ടില്ല. സിലബസ് എന്നും നമുക്കറിയാവുന്ന വളരെ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള സിലബസ് തന്നെയാണുള്ളത്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ പാഠപുസ്തകങ്ങൾ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അവിടെയൊക്കെ വരുന്ന ചോദ്യങ്ങളാണ് ത്വരണം കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ മാസ് കണ്ടുപിടിക്കാനും വെയിറ്റ് കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ വരുന്ന ചോദ്യങ്ങളാണ്. ഇനിയുള്ള സമയം വളരെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതിന് വളരെ കൃത്യമായിട്ടുള്ള സിലബസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം പാഠപുസ്തകങ്ങളിലെ ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം എന്നുള്ളതും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് വീണ്ടും നമുക്കിത് കിട്ടാതെ പോകുന്നത്? എന്തുകൊണ്ടാണ്? കാരണം അവിടെ നമ്മൾ പഠിക്കുമ്പോൾ വെറുതെ അതിന്റെ ഒരു മേൽഭാഗത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും പഠിച്ചു പോകുന്നത്. ഉള്ളിലേക്ക് ഇറങ്ങി കൺസെപ്റ്റ് മനസ്സിലാക്കി പലരും ഇപ്പോഴും പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് പാറ്റേൺ മാറി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് അന്തം വിട്ടു പോകുന്നത്. അയ്യോ, എനിക്കറിയില്ലല്ലോ, ഇത് ഞാൻ പഠിച്ചില്ലല്ലോ എന്നുള്ള കാര്യം. കാരണം നമ്മൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും പാറ്റേണിൽ ഉണ്ടാകുന്ന ചേഞ്ച് മനസ്സിലാക്കി സ്റ്റുഡൻസിന് വളരെ കൃത്യമായിട്ട് ഇൻഫോർമേഷൻസ് നൽകി അവരെ അതിന്റെ കുറച്ചുകൂടെ ലെവലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസരം, അതായത് ഇനി നമുക്കറിയാം ഏപ്രിൽ ആവാൻ പോവാണ്, അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യത്തോടു കൂടി തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ തന്നെ ഉണ്ടാകും. അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞ് പഠിച്ചു തുടങ്ങുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റിയ അബദ്ധവും അത് തന്നെയായിരിക്കും. എന്താണ്? മുന്നേ കൂട്ടി പഠിക്കാതിരിക്കുക, അവസാന നിമിഷം ഇതെല്ലാം കൂടി പഠിക്കാൻ ശ്രമിക്കും. അപ്പൊ നമുക്ക് എന്താണ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് വന്ന ഉത്തരങ്ങൾ മാത്രം പഠിച്ചിട്ട് പോകും. ചിലപ്പോൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും ഇപ്രാവശ്യം ചോദിക്കുക. അപ്പോൾ ആ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കഴിഞ്ഞ തവണയും നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാതെ പോയത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ എടുക്കേണ്ട ഒരു ഉറച്ച തീരുമാനം എന്ന് പറയുന്നത് കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങുക എന്നുള്ളതാണ്. കാരണം ഇതൊരു ഫെസ്റ്റിവൽ സീസൺ ആണ് അല്ലെ. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ ഒരു ഈസ്റ്റർ ദിനമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള നല്ലൊരു തീരുമാനം നിങ്ങൾ എടുക്കുമ്പോഴും ഈ ഒരു അവസരത്തിൽ തന്നെ ആകണം. കാരണം ഈ വരാൻ പോകുന്ന പരീക്ഷ അത്രയേറെ പ്രിയപ്പെട്ടതാണ്. ഈ ഒരു പരീക്ഷ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് ഇനി LPSC UPSC ഒരു 3 വർഷം കഴിഞ്ഞിട്ടല്ലേ എഴുതാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഇനി ഇപ്പൊ ഒന്നും പെട്ടെന്ന് എഴുതി എടുക്കണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകാം. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു NCA നോട്ടിഫിക്കേഷൻ ഒക്കെ വരാം. ചിലപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സാം ആയിരിക്കും നിങ്ങളുടെ ആ ഒരു സർക്കാർ ജോലി സ്വപ്നം യാഥാർത്ഥ്യമാക്കി തരുന്നത്. ഈ ഒരു NCA പോലെയുള്ള പരീക്ഷകൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ നടക്കണമെന്നില്ല, അല്ലെങ്കിൽ ഒരു കേട്ടറ്റ് പരീക്ഷയോ നിങ്ങൾ വിചാരിക്കുമ്പോൾ നടക്കണമെന്നില്ല അല്ലെ. പക്ഷെ ഒരു NCA നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ലീവ് വേക്കൻസിയിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ കേട്ടറ്റ് വേണം. അതിന് എപ്പോഴും നിങ്ങൾ സജ്ജരായിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ അതിനായിട്ട് പുതിയ ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഈസ്റ്റർ ഓഫറുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. 3 മാസത്തെ കോഴ്സിനാണ് ഓഫറോട് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വളരെ നല്ലൊരു ഓഫറാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളത്. ഈ ഒരു സമയം വളരെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു പ്രാവശ്യമുള്ള, അതായത് 2024 മെയ്യിൽ വരാൻ പോകുന്ന, ജൂണോട് കൂടി വരാൻ പോകുന്ന കേട്ടറ്റ് നിങ്ങൾക്കും സ്വന്തമാക്കാം. കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം 2500ഓളം സ്റ്റുഡൻസ് ആണ് നമ്മളോടൊപ്പം പഠിച്ച് കേട്ടറ്റ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം റിസൾട്ടിന്റെ മാറ്റുകൂട്ടാൻ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം.
അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഈശ്വര ദിനാശംസകൾ.